ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ഈ സീസണിൽ നടത്തുന്ന പ്രകടനം അത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബാഴ്സയുടെ വിജയ ഗോൾ നേടിയത് അദ്ദേഹമാണ്. 25 ഗോളുകൾ ഈ സീസണിൽ ബാഴ്സയ്ക്ക് വേണ്ടി എല്ലാ കോമ്പറ്റീഷനിലുമായി റാഫീഞ്ഞ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 40 മത്സരങ്ങളിൽ നിന്ന് 43 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ മാത്രമായി 9 ഗോളുകളും 4 അസിസ്റ്റുകളും ഈ ബ്രസീലിയൻ സൂപ്പർ താരം നേടിയിട്ടുണ്ട്. ഇങ്ങനെ ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും ഒക്കെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് റാഫീഞ്ഞ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഡൊറിവാൽ ജൂനിയർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ സമയത്ത് റാഫീഞ്ഞയെ പലരും വിമർശിച്ചു വന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കൂ എന്നുമാണ് ഡൊറിവാൽ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോപ്പ അമേരിക്കയുടെ സമയത്ത് നിങ്ങൾ റാഫീഞ്ഞയെ വിമർശിച്ചു, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ നോക്കൂ. ബാലൺ ഡി ഓർ പുരസ്കാരം നേടാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. എവിടെ വേണമെങ്കിലും അദ്ദേഹത്തെ കളിപ്പിക്കാം. ഞങ്ങൾ അങ്ങനെ കളിപ്പിച്ചിട്ടുണ്ട്. വലത് വിങ്ങിലും ഇടത് വിങ്ങിലും കളിപ്പിക്കാം, ഫുൾ ബാക്ക് ആയിക്കൊണ്ട് കളിപ്പിക്കാം, സെക്കൻഡ് സ്ട്രൈക്കർ ആയിക്കൊണ്ട് കളിപ്പിക്കാം. ഏത് പൊസിഷനിലും അഡാപ്റ്റ് ആകുന്ന ഒരു വേഴ്സറ്റൈൽ താരമാണ് അദ്ദേഹം. അത് ബാഴ്സലോണയിൽ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഇതാണ് ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിന്റെ വളരെ പ്രധാനപ്പെട്ട 2 മത്സരങ്ങളാണ് ഇനി ഈ മാസം വരാനിരിക്കുന്നത്. കരുത്തരായ അർജന്റീനയും കൊളംബിയയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ആ മത്സരങ്ങൾക്കുള്ള ടീമിനകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ റാഫീഞ്ഞ തന്നെയായിരിക്കും. നെയ്മർ ജൂനിയർ മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതും ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.